ഓക്കെ, അപ്പോൾ ഇത്തവണ ലിറ്റ്മസ് അരങ്ങേറുന്നു ഒക്ടോബർ 12 കോഴിക്കോട് വെച്ചിട്ട്. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ച് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സമ്മേളനം എന്ന ബ്രാൻഡോടുകൂടി നമ്മൾ ഇറക്കുന്ന ഒരു പരിപാടിയാണ്. ഇത്തവണ അതിൽ കൂടുതൽ ആൾക്കാർ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഓരോരുത്തരുടെ അഭിപ്രായം? ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ഏറ്റവും വലിയ എത്തിസ്റ്റ് മീറ്റ് കേരളത്തിൽ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു തരം നിവർത്തികേട് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഒരു കൂട്ടായ്മയുടെ ഗതികേട് പോലെ. കാരണം നമ്മളിന്ന് ചിന്തിക്കുകയാണെങ്കിൽ യൂറോപ്പിലോ മറ്റേതെങ്കിലും ഒരു പാശ്ചാത്യ നാട്ടിലോ ഒരുപക്ഷെ ഒരു ബിഗ്ഗസ്റ്റ് എത്തിസ്റ്റ് മീറ്റ് പോട്ടെ, ഒരു എത്തിസ്റ്റ് മീറ്റ് നടത്തിയാൽ പോലും 4-5 പേരെ വരത്തുള്ളൂ. ബിക്കോസ് ദേ ആർ ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ഇറ്റ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല. എന്നാൽ ഇന്നത്തെ യങ് ജനറേഷനെ അതിലും വലിയ പ്രശ്നങ്ങളാണ് അലട്ടുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പം കേരളത്തിൽ തന്നെ ഈ വർഷത്തെ ഒരു വാർത്ത വന്നത് ഏറ്റവും കൂടുതൽ പുറത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ കേരളത്തിൽ നിന്നാണ്. അങ്ങനെ പോകുന്ന കുട്ടികൾ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ പോകുന്ന രാജ്യങ്ങളിലൊന്നും ഈ മതമല്ല പ്രശ്നം, അവരെ അലട്ടുന്ന മറ്റു പല പ്രശ്നങ്ങളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് യങ്ങർ ജനറേഷനെ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ മറ്റു പലതാണ്. ഇതേതാണ്ട് ഒരു 50 വയസ്സ് കഴിഞ്ഞവരുടെയൊക്കെ ഒരു പ്രശ്നമാണ് ഈ റിലീജിയൻ ഒക്കെ പറയുന്നത്. അപ്പം ഐ കാൻ അഗ്രി വിത്ത് ഇറ്റ്. ഇത് കേരളത്തിൽ മാത്രമേ ഇതൊരു ബിഗ്ഗസ്റ്റ് എത്തിസ്റ്റ് മീറ്റ് നടക്കുകയുള്ളൂ. അപ്പം അതൊരു കൊട്ടിഘോഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയാം. ബേസിക്കലി നമ്മൾ ഏത്തിസ്റ്റ് മീറ്റ് എന്ന് പറയുമ്പോൾ ഏത്തിസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വെറും പ്യുവർ നിരീശ്വരവാദം അല്ലെങ്കിൽ മതത്തിനെതിരെ മാത്രമുള്ള ഒരു സംഭവമായിട്ടല്ല ബേസസ് ഗ്ലോബലിന്റെ പ്രോഗ്രാംസ് എല്ലാം എന്ന് നമുക്ക് ശ്രദ്ധിച്ചറിയാം. അതൊരു സോഷ്യൽ റെവല്യൂഷൻ അല്ലെങ്കിൽ ആളുകളിൽ പല കാര്യങ്ങളും സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഏത്തിസം എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക്കലി ദൈവത്തിനെ നിഷേധിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തിനെ നിഷേധിക്കുന്നത്? കാരണം ദൈവത്തിന് തെളിവില്ല. ദൈവം ഉണ്ട് എന്നുള്ളൊരു തെളിവില്ല. അപ്പൊ തെളിവില്ലാത്ത ഒന്നിനെ നമ്മൾ നിഷേധിക്കും. നാളെ തെളിവ് കണ്ടെത്തിയാൽ നമുക്ക് അംഗീകരിക്കുന്നതിന് മടിയില്ല. അപ്പോൾ അതിന്റെ ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടമാണ്. അങ്ങനെയാണ് നമ്മൾ ഏത്തിസത്തെ ശാസ്ത്രത്തിന്റെ പിന്തുണയോടുകൂടി, സയൻസിന്റെ പിന്തുണയോടുകൂടി. ശാസ്ത്രം എന്നുള്ള വാക്ക് പലപ്പോഴും പല രീതിയിൽ ഉപയോഗിക്കുന്നത് ഞാൻ സയൻസ് എന്ന് തന്നെ ഉപയോഗിക്കും. അപ്പൊ സയൻസിന്റെ ഒരു മെത്തഡോളജി ഉപയോഗിച്ച് വസ്തുനിഷ്ഠമായി സമൂഹത്തിലെ പ്രശ്നങ്ങൾ, അതിനകത്ത് ദൈവവും മതവും വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരുപാട് വിഷയങ്ങൾ സാമ്പത്തികമായിക്കോട്ടെ, അതുപോലെ മറ്റു സാമൂഹിക വിഷയങ്ങളായിട്ട് നമ്മൾ സംവരണം പോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജനാധിപത്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന മറ്റു ഡോക്മകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. സോ അങ്ങനെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമായ അറിവ് സമൂഹത്തിന് നൽകണം, അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹം മുന്നോട്ട് ചലിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഐ തിങ്ക് ദ ലേബലിംഗ് ഇറ്റ്സെൽഫ് ഇസ് റോങ്. അവിടെ then it should be a science meet, അല്ലേ? അവിടെ ഒരു it is not a atheist meet. അപ്പം you're marketing it as a atheist meet. അതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ ഒന്ന് ഇന്ത്യ പോലത്തെ രാജ്യം നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അതായത് റിലീജിയൻ വളരെ ഡോമിനൻസ് ഉള്ള ഒരു സ്പേസ് ആണ് ഇന്ത്യയിൽ. അപ്പൊ അവിടെ ഇങ്ങനെയൊക്കെ നടക്കും എന്ന് ലോകത്തെ കൂടി അറിയിക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. അപ്പം ഏത്തിസം എന്ന് പറയുമ്പോൾ അതിനകത്തെല്ലാം വന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇന്ന് നമ്മൾ ഓരോന്നും എടുത്തെടുത്ത് സയൻസ് എന്ന് പറയുമ്പോൾ ആൾക്കാരെ ഓക്കെ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹാർഡ് സയൻസ് ആണോ, സോഫ്റ്റ് സയൻസ് ആണോ, നിങ്ങൾ മറ്റേ വിഷയം ചർച്ച ചെയ്യണം, മറിച്ച വിഷയം. നമ്മൾ ഏത്തിസം എന്ന് പറയുമ്പോൾ നമ്മൾ വസ്തുതകളെ, ഞാൻ ആദ്യം പറഞ്ഞു, വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങളെ കാണാൻ ശീലിപ്പിക്കുന്ന അല്ലെങ്കിൽ ശീലിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടം എന്ന രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ അതിന് ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു മീറ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ ലിറ്റ്മസ്. അതിൽ അത് ആനുവലായിട്ട് നമ്മൾ നടത്തുന്നത്, വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഒരു മീറ്റാണ്. അതിൽ പല തരത്തിലുള്ള ആൾക്കാർ നമുക്ക് ഗേജ് ചെയ്യാനുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു വിദ്യ നമുക്ക് ഇപ്പോഴും അവൈലബിൾ അല്ല. ഇങ്ങനത്തെ ആൾക്കാരാണ്. ബട്ട് കണ്ടിടത്തോളം മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് ചെറുപ്പക്കാരും ഒരു പ്രത്യേകിച്ച് കോഴിക്കോട് പോലത്തെ ഒരു ഉത്തര കേരളം എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം അല്ലെങ്കിൽ മതാധിഷ്ഠിതമായ ഒരു സമൂഹം കൂടുതൽ വസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തെന്ന് പറയുമ്പോഴത്തേക്കും ഏത്തിസം
നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പഞ്ചും ഒരു വാല്യൂ അതിനുണ്ട്. ഇന്ന് ടോണി പറഞ്ഞതുപോലെ ചെറുപ്പക്കാർ അന്നത്തെ ചെറുപ്പക്കാരല്ല, അവരൊരുപാട് മാറിയിരിക്കുന്നു. അവര് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ അവര് ശ്രമിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ തലമുറയെ അലട്ടുന്ന പ്രശ്നങ്ങൾ വേറെ പ്രശ്നങ്ങളാണ്. നമ്മളിൽ പലരും, അതായത് ഈ ഒരു 40+ അല്ലെങ്കിൽ 30+ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ചെറുപ്പക്കാരല്ല, കരിയറിലേക്ക് കടന്ന് വന്നിട്ടുള്ളവർക്കൊക്കെ അവർ നേരിടാത്ത പല പ്രശ്നങ്ങളും ഇവർ നേരിടുന്നു. അപ്പൊ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ? നമുക്കിതൊരു പാസ് ടൈം അല്ലെങ്കിൽ ഒരു യുക്തിവാദം, നിരീശ്വരവാദം, ദൈവ നിരാസം, മതവിമർശനം, ഇതെല്ലാം പ്രസക്തമാണ്. നോബഡി ഈസ് ഡിനൈയിങ് ദാറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ നിരീശ്വരവാദം കൊണ്ട് മാത്രം നമുക്ക് ഈ ചെറുപ്പക്കാരെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. ചെറുപ്പക്കാരെ സ്വാധീനിക്കണമെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ, അവർ നേരിടുന്ന മതം അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നങ്ങൾ നേരിടാൻ, അതിന് പകരം വയ്ക്കാനായിട്ട് അവർ ആശ്രയിക്കുന്ന വേറെ കുറെ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഈ അൾട്രാ ലെഫ്റ്റ് വോക്ക് ഐഡിയോളജി അത് ലോകമെമ്പാടും ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ഒരു സൊല്യൂഷനോ ഒരു അന്തമോ അല്ലെങ്കിൽ ഒരു പരിഹാരമോ ഇല്ലാത്ത ഒരു വെറുതെ തിളയ്ക്കുന്ന കുറെ സാമ്പാർ. അപ്പൊ ഈ വെറുതെ തിളയ്ക്കുന്ന സാമ്പാർ ആണ് എന്ന് ജനങ്ങളെ നമ്മൾ ബോധവൽക്കരിക്കാൻ നമ്മളൊരു പരിശ്രമം നടത്തണം. അത് നമ്മുടെ ചുമതലയാണ്. അതായത് നമ്മുടെ യുവാക്കളെ ബാധിക്കുന്നത്. അതായത് ഇതൊക്കെ ഈ നിരീശ്വരവാദ റിലീജിയൻ എന്നൊക്കെ പറയുന്നത് ഒരു 40+ അല്ലെങ്കിൽ 30+ ആൾക്കാരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. യുവതലമുറയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മറ്റു പലതുമാണ്. ഞാൻ പാർഷ്യലി അഗ്രി ചെയ്തു. പക്ഷെ അതേസമയം ഞാൻ ഇന്ത്യയിലെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു കോണ്ടെക്സ്റ്റിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് 100% അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യ ഇപ്പോഴും വളരെ മതാധിഷ്ഠിതമായ രാജ്യമാണ്. മതം രാഷ്ട്രീയത്തിലും ഭരണത്തിലും എല്ലായിടത്തും. മതം എന്ന് പറയുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള, മതം മാത്രമല്ല റിലീജിയൻ മാത്രമല്ല, പലതരത്തിലുള്ള ഡോഗ്മകൾ. അപ്പൊ നമുക്കറിയാം, ഒരു ആൾദൈവത്തിന്റെ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആൾക്കാരെ സംഘടിപ്പിക്കാൻ അവർക്ക് സാധിക്കും. ശരിയായിരിക്കാം, ചിലപ്പോൾ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ പേരൻസ് ഇപ്പോഴും വലിയ രീതിയിൽ, നമ്മളിപ്പം വിദേശത്തൊക്കെ എന്ന് പറയുമ്പോൾ കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആണ് കുട്ടികൾ, അവർക്ക് അവരുടേതായിട്ടുള്ള ഡിസിഷൻ എടുക്കാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പേരൻസ് കുട്ടികളെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അവർ അമ്പലത്തിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മറ്റ് മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് നൽകുന്നു. സോ അവർക്ക് അതിനകത്തൊരു ഫ്രീഡം ഇപ്പോഴും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ മതം വിടുക അല്ലെങ്കിൽ നിരീശ്വരവാദം പറയുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഒരു തടസ്സം വീടുകളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇതിനൊരു പ്രൊമിനൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത് ഒരു എന്താ പറയുക, ഒരു നോർമൽ തിങ് ആണ് ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പോകുന്നവരൊന്നും മോശക്കാരല്ല. ഇങ്ങനെയൊക്കെയാണല്ലോ വിശ്വാസികളുടെ ഒരു വിശ്വാസമാണ്. നിരീശ്വരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ധാർമ്മികതയില്ല, മൊറാലിറ്റി ഇല്ല, ആർക്കും ആരെയും എന്തും ചെയ്യാം, ലൈംഗികത, അരാജകത്വം, ഡ്രഗ്സ് കഴിക്കുക, പിന്നെ ഡ്രഗ്സിന് അടിമപ്പെടുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ജയിലുകളിൽ നോക്കിയാലും എല്ലാം നോക്കിയാലും അതിനകത്തെല്ലാം ഭൂരിപക്ഷം ആൾക്കാരും റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ അങ്ങനെ ഒരു ഇത് ഒരു ചാപ്പ അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പിങ് ഉണ്ട്. അപ്പം നിരീശ്വരവാദത്തിന് അങ്ങനെയുണ്ട്. അപ്പൊ അതിനെ മറികടക്കാൻ ഒരു സ്പേസ് നമ്മളുണ്ടാകും. ദാറ്റ് ഈസ് ദ റെലവൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇവിടെ ലിറ്റ്മസിന്റെ ഓഡിയൻസിനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ കൂടുതലും കാണുന്നത് ഒരു mid-30s 40s, അതായത് ടു ബി ഫ്രാങ്ക് 70s 80s കിഡ്സ് എന്ന് വേണം പറയാൻ. അപ്പം ഇപ്പോഴും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ചിലപ്പോൾ ഇപ്പോഴും 80കളിലെ സിനിമകൾ കാണുമ്പോൾ നമുക്കല്ലെ അന്നത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വികാരം ഉണ്ടാവും. അപ്പം നമ്മൾ വളർന്നു വന്ന കാലത്ത് ഞാൻ ഈ പറഞ്ഞ പോയിന്റിലോട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ആ കാലത്ത് നമ്മളെ ഒരുപാട് ഈ മതത്തിൻ്റെതായ പല പ്രശ്നങ്ങളും നമുക്കുണ്ടായിരുന്നു. ഇന്ന് അത് നമ്മൾ വിട്ടു വന്നതുകൊണ്ട് തന്നെയാവാം ഇതിനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾക്കൊരു പ്രത്യേക സുഖം ഉണ്ടാവും. ഇനിയിപ്പം എസൻസിന്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പം രവിചന്ദ്രൻ തന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗീതയും മറ്റു കാര്യങ്ങളെയും വിമർശിച്ചിട്ടുള്ളത്. നമുക്ക് യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. പക്ഷെ ഇന്നും പിന്നെയും ഒരു എസൻസ് മീറ്റ് ഉണ്ടാകുമ്പോൾ
ഹനുമാൻ ലങ്കയിൽ പോയ കാര്യവും ക്രിസ്തു വീഞ്ഞാക്കിയ കഥകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഖുറാനിലെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞ വരുന്ന ആൾക്കാർ ഒരുപക്ഷെ ഈ സംവാദത്തിലുള്ള ഒരു പോർ അല്ലെങ്കിൽ ഈ തഗ് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരിക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അറിവ് സമ്പാദിക്കാനാണെങ്കിൽ ഈ പറയുന്ന ഈ യൂട്യൂബിൽ തന്നെ എസൻസിന്റെ ആവശ്യത്തിന് ഈ പറഞ്ഞ എല്ലാ മതങ്ങളെയും വിമർശിച്ച കാര്യങ്ങളുണ്ട്. ഇവിടെ എത്ര കുട്ടികളാണ് യങ്സ്റ്റേഴ്സ്, ഞാനതാണ് പിന്നെയും ചോദിക്കുന്ന ചോദ്യം, അതായത് ഒരു 18 തൊട്ട് 25 വരെയുള്ള എത്ര പേരിലേക്ക് എസൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കും എൻ്റെ മകൻ ഉൾപ്പെടെ കോളേജിലാണ്, എനിക്ക് പല കുട്ടികളുമായിട്ട് ഞാൻ ഒരു ഡിസ്കഷൻ നടത്തി. അപ്പൊ അവരൊക്കെ കൾച്ചറലി അവരൊക്കെ അവരുടെ റിലീജിയനുമായി ബന്ധപ്പെട്ടവരാണ്. ഒരു പക്ഷേ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നവരായിരിക്കും. പക്ഷെ അവരാരും വിശ്വസിക്കുന്നില്ല ഹനുമാൻ ലങ്കയിൽ പോയ കാര്യവും അല്ലെ മഹാഭാരതത്തിലെ കാര്യവും ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്, ഇതൊക്കെ കെട്ടുകഥയാണെന്ന് അവർക്കറിയാം. അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഇതിനേക്കാളും വലുതാണ്. അവർക്ക് ഇപ്പം നമ്മൾ പണ്ട് മലയാളത്തിലൊക്കെ നമ്മൾ തമാശക്ക് പറയും, ഐ ആം ദ ബ്ലാക്ക് ഷീപ്പ് ഇൻ മൈ ഫാമിലി. ഇന്ന് ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവർക്ക് പേടിയാണ് പല കാര്യങ്ങളും സംസാരിക്കാൻ. അപ്പം ഇതാണ് യങ് ജനറേഷന്റെ പ്രോബ്ലം. അപ്പം ഐ സ്റ്റിൽ ഡോണ്ട് നോ വൈ വി ഹാവ് ടു സ്റ്റിൽ അഡ്ഹർ ഓൺ ടു religion and break religion. I think we need to address the elephant in the room. നേരത്തെ പറഞ്ഞു വെച്ച പ്രസക്തമായിട്ടുള്ള വിഷയം, അതായത് കുട്ടികൾ എന്താണ് വിദേശത്ത് പോകുമ്പോൾ അനുഭവിക്കുന്നതെന്നുള്ള കാര്യം, അതായത് വോക്കിസമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ടോണി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് എഗ്രി ചെയ്യുകയാണ്. കാരണം ഈ അടുത്ത് നമ്മൾ ട്വിറ്ററോ അല്ലെങ്കിൽ അതുപോലുള്ള ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും വിദേശത്ത് നമുക്ക് യൂണിവേഴ്സിറ്റികളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ നടക്കുന്ന വൻ പ്രതിഷേധങ്ങൾ, ആക്ടിവിസം, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു 2-3 വർഷം മുന്നേ തൊട്ട് ഈ വോക്കിസത്തെ കുറിച്ച് കാര്യമായിട്ട് വായിക്കുകയും ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിലും വരും. അങ്ങനെയാണല്ലോ എല്ലാം. അവിടെ തുടങ്ങുന്ന കാര്യങ്ങൾ പതുക്കെ ഇങ്ങോട്ടും വരും. ഇവിടെ നമുക്ക് അതിൻ്റെ പല ലാഞ്ചനകളും കാണുന്നുമുണ്ട്. അപ്പോൾ ഇത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ടോണി ഒന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയൂ. എന്താണ് ഈ കുട്ടികൾ ഇവിടെ നിന്ന് പോയി അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ, കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഈ വോക്കിസം മാത്രമല്ല, അതിനെ നമുക്കൊരു അംബ്രല്ല കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന്റെ പല ഭാഗങ്ങളായിട്ട് എടുക്കാം നമുക്ക്. ഒരു പക്ഷേ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പൊ എന്റെ മകൻ പഠിക്കുന്നിടത്തൊക്കെ തന്നെ ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഐ എം എ വീഗൻ എന്ന് പറഞ്ഞാൽ അവനെന്തോ മറ്റുള്ളവരെക്കാളും ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് കൂടുതലുണ്ട്, അവൻ എന്തോ ഒരു മികച്ച സ്ഥലത്ത് നിൽക്കുന്നു എന്നുള്ളത്. ഇതുപോലാണ് ചില കുട്ടികൾ തന്നെ. ഇപ്പം എന്റെ മകൻ തന്നെ നേരിട്ടുള്ളതാണ്. ഇപ്പം ഹി, ഹെർ, ഇങ്ങനെയൊന്നും പ്രൊനൗൺസ് ഇത് പറയാൻ പാടില്ല. അപ്പൊ ഇതൊന്നും നമ്മള് കോളേജിൽ പഠിച്ച കാലത്തോ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്തോ ഒന്നും നമ്മൾ കണ്ടിരുന്ന, ഇതൊക്കെ മില്ലനിയൽസിന്റെ ഇതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ ഈ വോക്ക് കൾച്ചറിൽ വരുന്നത്. ജെൻസി ഇപ്പോഴത്തെ പറയുകയാണെങ്കിൽ ജെൻസിയില്. അപ്പം ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് നേരിടുന്നത്. അത് ദ ഫിയർ ടു ടോക്ക്. പലപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ചോദിക്കുമ്പോൾ പറയും പലരോടും സംസാരിക്കാൻ അവർ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് സ്നോഫ്ലേക്സ്. സം ഓഫ് ദം ആർ വെരി ലൈക്ക് സ്നോഫ്ലേക്സ്. അപ്പം യു കാൻ ടോക്ക്. ചില കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റത്തില്ല. അറ്റ് ടൈംസ് യു കാൻ ഈവൻ ടെൽ എ ജോക്ക്. ഒരു ജോക്ക്, ഒരു തമാശ പോലും അതിനെ വേറൊരു രീതിയിലോട്ട് അതിനെ എടുത്തു വെക്കുകയാണ്. ഒഫൻഡഡ് ആകുന്നു. പിന്നെ മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ട്. നമുക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കാണാം, ഐ ഐഡന്റിഫൈ മൈ സെൽഫ് ആസ് എ ക്യാറ്റ്. ഞാൻ ആണാണെങ്കിലും ഞാൻ പൂച്ചയാണ്, ഞാൻ പശുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. അപ്പം നമ്മള് ഇനിയുള്ള സമയം ഈ പറയുന്ന യുവതലമുറ നേരിടാൻ പോകുന്ന പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിന്നാണ് നമ്മുടെ കൂടുതൽ ടോക്സ് മലയാളത്തിലാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ അഡ്രസ് ചെയ്യേണ്ടതും ഈ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വെളിയിലോട്ട് പഠിക്കാൻ പോകുന്നത്. കാനഡ, അയർലൻഡ്, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ എല്ലാം. അപ്പൊ ഇവിടൊക്കെ പൊതുവിലുള്ള പല പ്രശ്നങ്ങളുമാണ് ഇത്. അപ്പൊ ഇതിനെ കാണുമ്പോൾ ഇവർ പതറിപ്പോവുകയാണ്. ഇതിനെ എങ്ങനെ നേരിടണം, ഇതിലെന്താണ് ശരി, ഇതിലെന്താണ് തെറ്റെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ
അവർക്കൊരു ഇൻസൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. Right. എനിക്ക് ഇതിൽ പറയാനുള്ളൊരു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടുണ്ടാവും ഇന്റർനെറ്റിലൊക്കെ വന്ന് പല വെസ്റ്റേൺ രാജ്യങ്ങളിലും എവ്രിബഡി ഇസ് കംഫർട്ടബിൾ, എല്ലാവരും വളരെ കംഫർട്ടബിൾ ആണ്. വെൽത്തിന്റെ അബണ്ടൻസ് ഉണ്ടായിട്ട് ആ ഒരു പീരീഡ് കഴിഞ്ഞ് ആ ഒരു പീരീഡിന്റെ ആ ബെനിഫിറ്റ് അനുഭവിച്ച ഒരു സൊസൈറ്റി ആണ് മോസ്റ്റ് ഓഫ് വെസ്റ്റേൺ സൊസൈറ്റിയിലുള്ള ചെറുപ്പക്കാർ ജീവിക്കുന്നത്. അതായത് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് വരും, ടാപ്പ് തുറന്നാൽ വെള്ളം വരും. അവരുടെ 1-2 തലമുറ മുമ്പേ ലോകമഹായുദ്ധങ്ങൾ നടന്നിരുന്ന കഷ്ടപ്പാടിലൂടെ പോയിരുന്ന അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, അതായത് 1-2 മാത്രമല്ല, അതിനു മുമ്പും 100 years വാർ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധം അനുഭവിച്ച, അതായത് യുദ്ധങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 200 എപ്പിസോഡ് 200 സീസൺ നടത്താൻ പറ്റുന്ന വിധത്തിലുള്ള യുദ്ധങ്ങൾ അരങ്ങേറിയ ഒരു പ്രദേശമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് കുടിയേറിയിട്ടുള്ള ഈ വെസ്റ്റേൺ സൊസൈറ്റി, അവിടെ ജീവിക്കുന്ന മനുഷ്യര് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ കംഫർട്ടും അനുഭവിച്ച് ജീവിക്കുന്ന ഈ ഒരു സൊസൈറ്റിയിൽ അബ്സല്യൂട്ട്ലി ഓൺലി ചോയ്സ് ദേ ഹാവ് ടു മേക്ക് ഇസ് ഏത് ടൈപ്പ് ചീസ് അവരുടെ ബർഗറിൽ ചേർക്കണം എന്നുള്ള ചോയ്സ് കൊണ്ട് മാത്രം കൺസേൺഡ് ആകുന്നത്. അതായത് ഏത് ടൈപ്പ് ടൂത്ത് പേസ്റ്റ് പട്ടിക്ക് ഉപയോഗിക്കണം എന്നുള്ള കൺസേൺ ആണ് അവരെ അലട്ടുന്ന മെയിൻ പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാര് ദേ ആർ ലുക്കിംഗ് ഫോർ റെബെല്യൻ. They want to rebel. ചെറുപ്പക്കാർക്ക് ഒരു ടീനേജ് പീരീഡ് ആകുമ്പോഴത്തേക്ക് അവർക്ക് റെബൽ ചെയ്യണം. എല്ലാം ഉണ്ട്. മദ്യപിക്കണം. 16 വയസ്സാകുമ്പോഴത്തേക്കും they are able to have sex. ഒരു 10-20 വയസ്സാകുമ്പോഴത്തേക്കും they are able to own a property. 21 ആണോ 18 പല they are able to own property. ഈ സൗഭാഗ്യങ്ങളിൽ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലുള്ളവർക്ക് they have no reason to rebel. ഈ റെബല്യൻ അവർക്ക് നിഷേധിച്ച ഒരു സൊസൈറ്റിയാണ്. അവിടെ പ്രൊട്ടസ്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ലോകത്ത് എവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിലും ദേ ആർ വെയിറ്റിംഗ് ഫോർ an opportunity to protest. അപ്പൊ അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിറ്റി, പല യൂണിവേഴ്സിറ്റികളും, ഇപ്പം യൂണിവേഴ്സിറ്റികളുടെ പേര് പറയുന്നില്ല, പല യൂണിവേഴ്സിറ്റികളിലും നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ചെറുപ്പക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യാണ് അടുത്ത പ്രക്ഷോഭം എവിടെയാണുള്ളത്. കാരണം ഇത് പ്രക്ഷോഭം കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോകാം. ദേ ആർ ഇമ്പോർട്ടിംഗ് പ്രൊട്ടസ്റ്റ്. അങ്ങനെ പ്രൊട്ടസ്റ്റുകൾ കഴിഞ്ഞതിന് ശേഷം ഈ പ്രൊട്ടസ്റ്റുകൾ അവരെന്ത് ചെയ്യും? അവർ യൂട്യൂബ്, ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം ഇവിടെ എല്ലാം അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ഈ ഭാഷ മനസ്സിലാവുന്നത് കേട്ടതിന് ശേഷം അവരത് ഇമ്പോർട്ട് ചെയ്യും. അതിലെല്ലാം പെടും LGBT-യുടെ റൈറ്റുകൾ. LGBT എന്ന് പറയുന്നത് LGBTQ എല്ലാവർക്കും അവരുടെ ഐഡന്റിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ എങ്ങനെ വസ്ത്രം ധരിക്കണം, ഞാൻ ആരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ളതെല്ലാം വ്യക്തിഗതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. അതിന് ആരും നിഷേധിക്കുന്നില്ല, ലോകത്തിൽ ആരും നിഷേധിക്കുന്നില്ല. പക്ഷെ അവർക്ക് പ്രത്യേക ഇടങ്ങൾ വേണം, അവർക്ക് പ്രത്യേക അവകാശങ്ങൾ വേണം എന്ന് പറയുമ്പോൾ സൊസൈറ്റിയുമായിട്ട് അവർ സമ്മതിക്കേണ്ടി വരും. സൊസൈറ്റിയുമായിട്ട് അവർക്ക് ഇടപെടേണ്ടതായിട്ട് വരും. ഇവിടെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഒരു കൺസെൻസസ് ഉണ്ടാക്കി മനുഷ്യ സമൂഹം ജീവിക്കുന്ന ഈ ഒരു സൊസൈറ്റിയിൽ ഒരു മൈനോറിറ്റിയുടെ അവകാശങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെന്ന് പറയുമ്പോൾ, പെർട്ടിക്കുലർലി ഈ മെജോറിറ്റിയുടെ ടാക്സ് പെയർ മണി സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു എക്സാമ്പിൾ പറയും. യൂറോപ്പിൽ നോർത്ത് അമേരിക്കയിലുള്ള ഒരു എയർപോർട്ടിൽ, പേര് പറയുന്നത്, ആ എയർപോർട്ടിൽ ടാംപോൺസ് ആൻഡ് ഫെമിനിൻ എന്താ പറയാ സാനിറ്ററി പാഡ്സ്, ഇത് ബയോളജിക്കലി മെയിൽ ആയിട്ടുള്ളവരുടെ ടോയ്ലറ്റിൽ, മെൻസ് ടോയ്ലറ്റിൽ വെൻഡിങ് മെഷീൻ വെച്ചിട്ട് സർക്കാർ ചെലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പല സ്കൂളുകളിലും കോളേജുകളിലും ഒന്നും ഇത് സപ്ലൈ ചെയ്യാനുള്ള പണമില്ല, പക്ഷെ എയർപോർട്ടിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു തരം മിസ്കാരേജ് ഓഫ് സോഷ്യൽ ഫണ്ട്സ് ആണ്. നമ്മുടെ ഫണ്ടുകൾ
നമ്മൾ കൊടുക്കുന്ന ടാക്സ് മണി ഇങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതവർ ചോദ്യം ചെയ്യേണ്ടതായിട്ടില്ല. ഈസ് അവർ മണി ബീങ് സ്പെൻഡ് ഇൻ ദ റൈറ്റ് വേ? ഈ ഇന്ത്യയിലെ പോലുള്ള ഈ ടാക്സ് പെയറും ഗവൺമെന്റും തമ്മിലുള്ള ഡിസ്കണക്ഷൻ ഉള്ള രാജ്യങ്ങളുടെ കാര്യമല്ല പറയുന്നത്. ഇത് നോർത്ത് അമേരിക്കയിലെ കാര്യമാണ്. എനിക്ക് പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ MP വിളിച്ച് പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ള രാജ്യം. അവിടെയാണ് ഇത് നടക്കുന്നത്. അപ്പോ അത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിലും എല്ലാവരും ഇത് നമുക്ക് ടോയ്ലറ്റുകളിൽ മെൻസ് ടോയ്ലറ്റിൽ ടാമ്പോൺസ് വന്നെന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ്. പട്ടിക്ക്, ഞാനൊരു പട്ടിയാണ്, എന്റെ മകൻ ഹി ഐഡന്റിഫൈസ് ഹിംസെൽഫ് ആസ് എ പപ്പി, സോ ഐ നീഡ് ടു ടേക്ക് ഹിം ടു എ വെറ്ററിനറിയൻ എന്ന് പറഞ്ഞാൽ കാനഡയിലും അമേരിക്കയിലും അത് ലീഗലി വാലിഡ് ആണ്. കോടതിയിൽ കൊണ്ടുപോയിട്ട് വാദിക്കാൻ പറ്റുന്ന കേസാണ്. ബിക്കോസ് ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എ ഡോഗ്, ഐ നീഡ് ടു ഗോ ടു വെറ്ററിനറിയൻ എന്ന് പറഞ്ഞാൽ അവിടെ വാദിക്കാൻ പറ്റും. ഇന്ത്യയിലും ആ വാദം, ആ റിഡിക്കുലസ് ആയിട്ടുള്ള വാദം ഇന്ത്യയിലും കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് കൈപ്പിള്ളി പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനത് പറയാൻ മനസ്സിലായി. ഞാൻ ഈ വ്യക്തമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ഇത് തന്നെയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതായത് ഒരു സൊസൈറ്റി കുറെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവരനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ എല്ലാ സ്വാഭാവികങ്ങളും വരുന്നു. ദെൻ ഈ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ, കോളേജ് സ്റ്റുഡന്റ്, നമ്മുടെ നാട്ടിൽ ജോലി കിട്ടുന്നവരെ, അതായത് ഫാമിലി ആയിട്ട്. ഇപ്പൊ തന്നെ ഈ ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇല്ല. അപ്പൊ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യും കുറച്ചും കൂടി ഏജ്, അതായത് ഒരു 30+ അല്ലെങ്കിൽ 40 വരെയൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു സൊസൈറ്റിയാണ് ഇപ്പോൾ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ സൗഭാഗ്യങ്ങളുടെ പുറത്ത് പിന്നെ വളർന്നു വരുന്ന തലമുറയ്ക്ക് പുതിയ പുതിയ വിഷയങ്ങൾ അവർ കണ്ടെത്തിയ ഒരു പുതിയ വിഷയമാണ് ഈ വോക്കിസം. പിന്നെ ഇതിനകത്ത് ഞാനിത് ടോണി ഇതിനോട് പറഞ്ഞപ്പോഴും ഞാനിതിനകത്ത് അധികം എൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഒരാൾ കമന്റ് ഇട്ട് ലിറ്റ്മസിന്റെ പോസ്റ്റർ ഇട്ടപ്പോൾ, നിങ്ങൾ വോക്കിസത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇതിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു വോക്കിസത്തെ കുറിച്ച് ഞാനും രാകേഷ് ഒരു വീഡിയോ ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ബട്ട് വി ആർ നോട്ട് എക്സ്റ്റെൻസീവ്ലി എന്താ പറയുക ഇൻവെസ്റ്റിംഗ് ടൈം ഫോർ ഇറ്റ്. അത് നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇവിടെ അത് അത്ര ഒരു പ്രശ്നമായിട്ടില്ല എന്നത് കൊണ്ടാണ് ഇവിടെ മറ്റു പല പ്രശ്നങ്ങൾ. ഇവിടെ പ്രധാനമായിട്ടും ഈ വോക്കിസം വിജയിക്കുന്ന എവിടെയാണ്? ഡെമോക്രസി വളരെ ഫ്ലറിഷ് ചെയ്യുന്ന സ്ഥലങ്ങൾ. നമ്മുടെ ഇന്ത്യയിലെ ഡെമോക്രസി അത്ര ഫ്ലറിഷ്ഡ് അല്ല. അതേപോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ വോക്കിസം ഇല്ല. ഏക ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ളിടത്ത് അവിടെ വെടിവെച്ചുകൊണ്ട് ഇവിടെ ഇതൊക്കെ പറഞ്ഞു അവന്റെ ഷൂട്ട് ചെയ്ത് നോർത്ത് കൊറിയയിൽ വോക്കിസം പറ്റില്ല. ഇസ്ലാമിക രാജ്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, പിന്നെ റിലീജിയസ് ആയിട്ട് കൂടെ. അപ്പം വെസ്റ്റേൺ വേൾഡ് ഇപ്പൊ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ റാഡിക്കൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ അല്ല ഫണ്ടമെന്റലിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നിരിക്കുന്നത്. ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ വലിയ രീതിയിൽ അവിടെ. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ നേടിയെടുത്ത കുറെ റൈറ്റ്സ് ജനങ്ങൾക്ക്. ഈ പറഞ്ഞ LGBTQ ഒരു വ്യക്തിയുടെ ജെൻഡറിന്റെ അതിനുള്ളൊരു റൈറ്റ്, അല്ലെങ്കിൽ ഏത് ജോലി ചെയ്യണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ ജീവിക്കണം, ഏത് ഇണയെ തിരഞ്ഞെടുക്കണം, ഇങ്ങനെയുള്ള റൈറ്റ്സ് എല്ലാം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത് അത് ഇവിടെ സ്റ്റേക്കാവും, ഇവിടെ നഷ്ടപ്പെടുകയാണ്. കാരണം മറ്റേ ഗ്രൂപ്പ്, റിലീജിയസ് ഗ്രൂപ്പ് ഈസ് ഗെറ്റിംഗ് മോർ, അതായത് ഇവർക്കെതിരെ ഉള്ളൊരു പ്രതികരണമായിട്ട് അവർ കൂടുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മൾ നേടിയെടുത്ത ഈ ഒരു എന്താ പറയുക സിവിലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നേടിയെടുത്ത ഈ ഒരു കൾച്ചർ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പുരോഗമന ചിന്ത എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതിന്റെ റാഡിക്കൽ ലെഫ്റ്റും റാഡിക്കൽ റൈറ്റും കൂടി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ലോകത്തിലേക്ക് നടക്കുന്നത്. അപ്പൊ കേരളം, ഇന്ത്യയില് ഇത് ഏറ്റവും കൂടുതൽ വളരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ്. കാരണം എന്താണ്, കേരളം ഈ പറഞ്ഞ HDI ഇൻഡെക്സുകളിലെല്ലാം യൂറോപ്പിന് തുല്യമാണ്. ഇവിടെയുള്ള പല ആളുകൾ, ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമാണ് കേരളം. മെയിൻലി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ചെറുപ്പക്കാര്. അപ്പോ ഇവിടെ ഈ പറഞ്ഞ ആക്ടിവിസം നമുക്കറിയാലോ. കോളേജ് രാഷ്ട്രീയം ഇതിന് നല്ല വളക്കൂറുള്ള മണ്ണാണ്. അപ്പൊ അവിടെ ലെഫ്റ്റ് രാഷ്ട്രീയം ഓൾറെഡി ഉണ്ട്. സോ ഓൺലി തിങ് ഈസ് ദേ ജസ്റ്റ് നീഡ് ടു ഒന്ന് ട്വീക്ക് ചെയ്താൽ അവിടെ ഈ സാധനം അവിടെ വളരെ പെട്ടെന്ന് ചെറുതും. അപ്പം കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഇതിന് പ്രാധാന്യമുണ്ട്. പക്ഷെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ അത്ര പ്രസക്തമല്ല. കാരണം ബജരംഗതല്ലും ഹനുമാൻ സേനയൊക്കെ ഉള്ളവിടെ ഒരു പോക്കും കേൾക്കിയല്ല. അവിടെ ആദ്യം ഒരു മുട്ടയല്ലതല്ലി പിടിക്കും. So is it fair to say that ഈ extreme right and extreme left ഏത് പോളറൈസേഷൻ, ഈ എക്സ്ട്രീമിലോട്ട് പലതും പോകുമ്പോഴത്തേക്കും എക്സ്ട്രീം റൈറ്റ് എന്ന് പറയുന്നത് റിഡ്യൂസ് ചെയ്ത് എല്ലാ ആശയങ്ങളെയും റിഡ്യൂസ് ചെയ്ത് ഡീകൺസ്ട്രക്ട് ചെയ്ത് അതിന്റെ ബെയർ എലമെന്റ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ
ഈ പറയുന്ന ഈ വിധത്തിലുള്ള പ്രോബ്ലംസ് ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ആരാണ് സംഘപരിവാരനെ വളർത്തുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇസ്ലാമിക സംഘടനകളെ വളർത്തുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പരസ്പരമാണെന്നുള്ള, അവർ സഹോദരങ്ങളാണ്. സെയിം എന്താ പറയുന്നത്, ബോത്ത് ദി അതർ സൈഡ്സ് ഓഫ് ദി സെയിം കോയിൻ എന്ന് പറയുന്ന പോലെയുള്ളൂ. കാരണം സംഘപരിവാർ പറയും, നോക്കൂ കേരളത്തിലേക്ക് നോക്കൂ, താണ്ട് അവർ വളർന്നു വരുന്നു, അതുകൊണ്ട് നമ്മൾ സംഘടിക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് എന്താണ്, സംഘപരിവാർ വളർന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ സംഘടിക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഈ എക്സ്ട്രീംസ് വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന് ഇടയ്ക്ക് വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ ലിബറൽ എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ ഒരു തോന്നല് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വോക്കിസം അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസം ഇതൊക്കെ ഒരു ലെഫ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആശയങ്ങളാണ്. അതായത് എന്താണ് ലെഫ്റ്റ് ആൾക്കാർക്ക്, ഇപ്പൊ നമ്മുടെ മാർക്സിന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ പുള്ളി ഉദ്ദേശിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മറ്റേ പ്രിമിറ്റീവ് കമ്മ്യൂണിസം ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അടിമത്തം വന്നു, പിന്നെ മുതലാളിത്തം വന്നു, പിന്നെ സോഷ്യലിസം വരും, അവസാനം കമ്മ്യൂണിസം വരും. പക്ഷെ എന്നാൽ പോലും ഈ കമ്മ്യൂണിസം വരാൻ ഒക്കത്തില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ഡെമോക്രസികളിലെല്ലാം എല്ലാവർക്കും വിഭവസമൃദ്ധമായ സാധനങ്ങൾ കിട്ടുമ്പോൾ എങ്ങനെയാണ് അവിടെ ആൾക്കാരുണ്ടത്? അപ്പോൾ ആ ക്ലാസിക്കൽ കമ്മ്യൂണിസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരിൽ എന്താ പറയുന്നത്, ഒരു അതൃപ്തി ഉണ്ടാക്കുക, എല്ലാത്തിനോട് ഇതുണ്ടാക്കുക. അതുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത. ഇൻഫാക്ട് അത് തന്നെയാണ് ഇപ്പം അമേരിക്കയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്താ നിങ്ങളുടെ വിഷമത്തിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ എല്ലാവരും അതൃപ്തരാണ്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഈ വോക്കിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ക്യാൻസൽ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു വോക്കിസ്റ്റ് ആണ്, കൈപ്പള്ളി പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സോ നിങ്ങൾക്ക് ഒരു സ്ഥാനമില്ല, നിങ്ങളെ ക്യാൻസൽ ചെയ്യും. ഈ സെയിം സാധനമാണ് ഇപ്പൊ സോവിയറ്റ് യൂണിയനകത്ത്. സോവിയറ്റ് യൂണിയനകത്ത് ആ പാർട്ടി ലൈനിന് ആണ് ആളുകൾ പറയുന്നത്. ഇപ്പൊ വോക്കിസത്തിനകത്തും ഇത്രയേ ഉള്ളൂ, ഫാക്ട് എന്നുള്ളതിന് യാതൊരു പ്രാധാന്യമില്ല. ഇവിടെ ഇപ്പോഴും ഞാൻ ആ പറഞ്ഞ ഒരു കോർ പ്രോബ്ലം ഉണ്ടല്ലോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അവിടെ നിന്നാണ്, കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇന്ന് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ ഈ പുറത്തോട്ട് പോകുന്നവരൊക്കെ മൈഗ്രേഷൻ പ്ലാനോടുകൂടിയാണ് പോകുന്നത്. അതായത് ഇവരൊക്കെ ഒന്നും തിരികെ ഇനി കേരളത്തിലോട്ട് വരാൻ അവരാഗ്രഹിക്കുന്നില്ല. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇപ്പൊ നിങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങള് അവരവിടെ ചെല്ലുമ്പോൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അപ്പം അവർക്ക് ഒരു വിഷയമുള്ള കാര്യമല്ല. അവിടെ ഈ മതത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അവിടെ ക്രിസ്തു ജനിച്ചോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഹനുമാൻ ഉണ്ടായിരുന്നോ, ലങ്കയിൽ പോയോ, രാമൻ ഉണ്ടായിരുന്നോ, ഇതൊന്നും അവിടെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഒരുപക്ഷെ കൾച്ചറലി അവരൊക്കെ ക്രിസ്ത്യൻസോ ഹിന്ദുസോ ആയിരിക്കാം. ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്, അവര് ഒരുപക്ഷെ അവരുടെ വിവാഹങ്ങൾ പള്ളിയിൽ നടത്തിയെന്നിരിക്കാം. അതിന്റെ അർത്ഥം അവരൊന്നും വിശ്വാസികളാണെന്നല്ല. കൾച്ചറൽ ക്രിസ്ത്യൻസ് എന്ന് പറയും, അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് നേരിടുന്ന പ്രശ്നം ഇതല്ല. അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് എസൻസ് എത്രത്തോളം സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോഴും 70s-ലെയും 80s-ലെയും കിഡ്സിന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ എത്തിസവുമായി അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാതെ ഇത്തരം കാര്യങ്ങൾ, വോക്കിസത്തിനെ എത്രത്തോളം നമ്മൾ അഗ്രസീവായിട്ട് അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ താങ്കൾ പറഞ്ഞ പല രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുള്ളത് കൊണ്ട്, ഇപ്പൊ തന്നെ ജീവിക്കുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ഈ ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന, നേരത്തെ പറഞ്ഞ കേരളത്തിൽ നിന്നാണ് കൂടുതൽ പോകുന്നത്, എനിക്ക് അതിന്റെ ഡേറ്റ കൃത്യമായിട്ട് കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട്. അതായത് സാമ്പത്തികമായിട്ട് നമ്മൾ മുന്നേറി നിൽക്കുന്നുണ്ടാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്നും, അതായത് ഹരിയാന, ഹൈദരാബാദ്, പഞ്ചാബ്, ഹൈദരാബാദ്, ഇവിടെ നിന്നെല്ലാം കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ എന്തുകൊണ്ടാണ് കേരളം ഇന്ത്യ വിട്ട് പുറത്തു പോകുന്നത് എന്നുള്ളത് സംസാരിക്കേണ്ട വേറൊരു വിഷയമാണ്. പക്ഷെ ഇവര് അവിടെ പോകുമ്പോഴത്തേക്ക് അവർ നേരിടുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെന്റും അവരുടെ ബേസിക് എഡ്യൂക്കേഷനിൽ അവർക്കുണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ പ്രൊഫിഷ്യൻസിയാണ്. ആ പ്രൊഫിഷ്യൻസി നമുക്ക് അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ അവർ പോകുമ്പോഴത്തേക്കും ദേ വിൽ ബി ഗ്രേഡഡ് മച്ച് ലോവർ, വളരെ ഒരു ലോവർ ഗ്രേഡിലാണ്. അവിടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അവിടെ ഉണ്ട്. അപ്പൊ അവർ കാണുന്നത് എന്താണ്? അവർ കാണുന്നത് ഈ പറയുന്ന ഈ ഓൺലൈൻ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന പല എന്താ പറയുന്ന ക്യാമ്പയിൻസുമാണ്. അപ്പൊ അതിൽ ഏറ്റവും എളുപ്പം അവർക്ക് ചേരാൻ പറ്റുന്ന ഏതൊക്കെ ക്യാമ്പയിൻ ആണോ അന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ഒരു
കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടക്കുന്ന സ്ട്രോങ് ആയിട്ട് നടക്കുന്ന ക്യാമ്പയിൻ എന്ന് നമുക്കറിയാം. ഈ പറയുന്ന ഈ ഹമാസ് ഇസ്രായേൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഈ ഹമാസ് കോൺഫ്ലിക്റ്റിന് അവർക്ക് എത്രയും അവരുടെ റിലീജിയസ് പെർസുവേഷൻ എന്താണോ അതുകൊണ്ട് അവർ എത്രയും വളരെ എളുപ്പമായിട്ട് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഈ ക്യാമ്പയിൻ ഡ്രൈവ് ചെയ്യുന്നവർക്ക് അവരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ വിധത്തിൽ മാനബിൾ ആയിട്ടുള്ള വളരെ മാലിയബിൾ ആയിട്ടുള്ള ഒരു ആ പ്രായം കൂടി മനസ്സിലാക്കണം. 24 താഴെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. തലച്ചോറിന്റെ ബൈലിൻ ഷീറ്റ്സ് പോലും പ്രോപ്പർലി ഫോം ചെയ്യാത്ത, ചിന്താശേഷി ഉറയ്ക്കാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു പോപ്പുലേഷൻ ഗ്രൂപ്പിനെ എത്ര എളുപ്പം അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ളത് ദിസ് ഇസ് സയൻസ്. ഐ എം ടോക്കിംഗ് അബൌട്ട് സയൻസ്. അതിനെ ഇതുപോലുള്ള വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളും യൂട്ടിലൈസ് ചെയ്യും. ആൻഡ് വി ആർ നോട്ട് അവെയർ ഓഫ് ദാറ്റ്. വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദാറ്റ്. We need to bring in more talks about it. എസൻസിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് Yes. നമ്മുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സീരിയസ് ടോക്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എസൻസ് ആണ്. വേറെ ആരും ചെയ്തിട്ടില്ല. നമ്മള് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ചെയ്തിട്ടില്ലായിരിക്കാം. കാരണം റിലീജിയനെ അഡ്രസ് ചെയ്യുന്ന ഒരു അതേ ഇമ്പോർട്ടൻസ് പ്രവീൺ, I would like to interrupt you there. നമ്മൾ റിലീജിയനെ അഡ്രസ് ചെയ്യണം, പക്ഷെ നമ്മൾ ഒരു മൊണോലിത്തിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ല. റിലീജിയനെ അഡ്രസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാരലൽ ആയിട്ട് ഈ വിഷയവും ടാക്കിൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത് എസൻസിന്റെ ബാനറിലല്ല, എന്റെ ചാനലിലാണ് ചെയ്തത്. ഞാൻ രാകേഷും കൂടെ ഇതിന്റെ ഒരു ഹിസ്റ്ററി തന്നെ ഫുള്ള് രാകേഷ് ഒരു ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി സംസാരിച്ചു. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അത് വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു വ്യൂവർഷിപ്പ് ഇതെന്താണെന്ന് പല ആൾക്കാർക്കും കേരളത്തിൽ ഇപ്പോഴും അറിയത്തില്ല. അപ്പം ടോണിയുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആണ് ഇവര് അവരാണല്ലോ കൂടുതൽ ഇതോടെ എക്സ്പോസ്ഡ് ആവും. ഇവിടെ കേരളത്തിൽ താമസിക്കുന്നത് അത്ര ഒരു പ്രശ്നമല്ല. പിന്നെ ഞാൻ എന്റെ കുട്ടികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഐ തിങ്ക് ദേ ആർ അവെയർ ഓഫ് ഇറ്റ്. അതായത് ഇപ്പോൾ ഇതിനെതിരെ ഒരു റെസിസ്റ്റൻസ് ഈവൻ ഈ യങ്സ്റ്റേഴ്സിന്റെ ഇടയിലും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു ശുദ്ധ മണ്ടത്തരമാണെന്നും അവരെന്നെ കോമിക്കായിട്ടും ഇവരെല്ലാം ഒരു കോമഡി ക്യാരക്ടേഴ്സ് ആയിട്ട് കാണുന്ന രീതിയിലാണ് ഏറ്റവും ഒരു യങ് ജനറേഷൻ ഇതിനെ കാണുന്നത്. സോ ഐ തിങ്ക് ഇതിനകത്ത് തന്നെ ഒരു കൗണ്ടർ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ജനറേഷനിൽ തന്നെ ഒരു കൗണ്ടർ ഇതിനെതിരെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് കണ്ടെത്തേണ്ടത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞോളൂ, ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ എതിർക്കാനായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ വീണ്ടും ഈ പറഞ്ഞ റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റുകളുടെ കസ്റ്റഡിയിലായി പോകാൻ സാധ്യതയുണ്ടല്ലോ. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തീരെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണ്ട എന്ന് പറയുന്നവരല്ല. നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല, ഇൻഫാക്ട് ഈവൻ ബൈ ഈ പറഞ്ഞ വോക്കിസ്റ്റുകളുടെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് പോലും ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുണ്ട്. അവര് ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തൊരു കാര്യം പറഞ്ഞായിട്ട് തന്നെ. പക്ഷെ അത് നമ്മളൊരു രീതിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ബിൽ മഹറിന്റെയോ നമുക്ക് റിക്കി ജെർവൈസിന്റെ കോമഡി ഒന്നും കാണാൻ പോലും പറ്റത്തില്ല. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മൾ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റും അതിന്റെ റെലവൻസും കോണ്ടെക്സ്റ്റും അതിന്റെ സോഷ്യൽ ഇമ്പാക്റ്റും ഒക്കെ മനസ്സിലാക്കി നമ്മൾ പറയുന്നു. LGBTQ everyone has a right to express themselves. എന്ത് വസ്ത്രം ധരിക്കുന്നത്, എന്ത് പറയണം എന്നൊക്കെയുള്ള കംപ്ലീറ്റ്ലി നമ്മൾ അഗ്രി ചെയ്യുന്നു. There is absolutely no debate on that. അതേസമയം ആരെങ്കിലും നമ്മളെ നോക്കിയിട്ട് ഭീഷണിപ്പെടുത്തുകയോ നമ്മൾ പച്ചയ്ക്ക് തെറി പറയുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പറയാൻ പറ്റുന്ന രീതിയിൽ തിരിച്ച് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ രീതിയിൽ തന്നെ ആയിരിക്കും സാധാരണ മനുഷ്യരെല്ലാം പ്രതികരിക്കുക. കാരണം വി ആർ ഓൾ ബൗണ്ട് ബൈ അവർ ലാംഗ്വേജ് ആൻഡ് അവർ ലാംഗ്വേജ് ഇസ് ഇൻഗ്രെയിൻഡ് വിത്ത് അബ്യൂസ്. നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് എല്ലാ വിധത്തിലുള്ള തെറികളും അടങ്ങിയിട്ടുള്ള രീതിയാണ്. ദേഷ്യം വരുമ്പോഴത്തേക്ക് ആ തെറികൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിലായാലും അറബിയിലായാലും മലയാളത്തിലായാലും നമ്മളത് തിരിച്ചത് ഈ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള തെറികൾ വളരെ കുറച്ചായിട്ടുള്ള തെറികൾ അതിപ്പോ പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. എങ്കിലും വളരെ വളരെ 1-2 വാക്കുകൾ ഒഴിച്ച് ബാക്കി എല്ലാം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള തെറികളാണ്. അപ്പൊ ദാറ്റ് ഇസ് നോർമൽ റെസ്പോൺസ്. പക്ഷെ ഇതേ സമയം ഇത് നമുക്ക് കൂട്ടുകാരോട് പറയാൻ സ്വാതന്ത്ര്യമുള്ള ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് കളിയാക്കുന്നു, നമ്മൾ അങ്ങോട്ട് കളിയാക്കുന്നു. ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷെ ഞാനൊരു ഫംഗ്ഷനിലേക്ക് ഞാനൊരു 22 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സ് ഒക്കെയുള്ള സമയത്ത് ആ ഫംഗ്ഷനിൽ ഞാൻ മുണ്ടൊക്കെ എടുത്ത് അന്ന് മുണ്ടൊക്കെ നമ്മളൊരു മുതിർന്നു എന്നുള്ള ഒരു ലക്ഷണം നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. നമ്മൾ ക്ലീശയൊക്കെ വന്നു
ഇനി നമ്മളെ കുറച്ച് പെണ്ണുങ്ങളൊക്കെ നോക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കോംപ്ലക്സ് മനസ്സിൽ ഉയരക്കുറവായതുകൊണ്ട് നമ്മൾ അങ്ങനെ ആരും പരിഗണന തരുന്നില്ല. അതായത് ഒരു കുട്ടിയായിട്ടാണ് പരിഗണിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു സീനിയോറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വേഷഭൂഷാദികളൊക്കെ ആയിട്ട് നമ്മളൊരു ഇവന്റിൽ ചെല്ലുകയാണ്. അപ്പം എൻ്റെ അമ്മയുടെ ഒരു സുഹൃത്ത്, അവിടെ ഒരു റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് സ്വപ്നം എന്ന് പറഞ്ഞു. അവരെന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പബ്ലിക്കാണ്. എൻ്റെ പെണ്ണുങ്ങളെല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്, എൻ്റെ പ്രായത്തിലുള്ള പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെന്നെ കണ്ടപടി പറയുന്നു, നീ ഇപ്പോഴും അടക്ക പോലെ ആളോടെ ഇരിക്കുന്നതെന്ന് പറയും. എനിക്ക് തിരിച്ച് പറയണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പറയാനുള്ള അവര് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ അവിടെ കൂടി നിൽക്കുന്നവരെല്ലാം ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അവര് ആ സമയത്ത് അത് പറഞ്ഞത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, അങ്ങനെ പറയാൻ അല്ലേ? അതെ, അത് അവര് പറയാൻ പറ്റിയത് താങ്കൾ ഒരു പുരുഷനായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോ ഈ അങ്ങനെയുള്ള അതേസമയം നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ഇപ്പൊ നമ്മളിങ്ങനെ 4 പേര് ഇരിക്കുകയാണ്. ടോണിയെ ഞാൻ ടോണി ഹാർട്ട് ബീറ്റ് കൂടിയൊക്കെ പറഞ്ഞു പോയി ചാവടേന്ന് നമ്മൾ പറയുന്നത്. ഹാർട്ട് ബീറ്റ് കൂടിയെങ്കിൽ പോയി ICU കിടക്കാൻ നമ്മൾ പറയുന്നു. തമാശയായിട്ട് നമ്മൾ പറയും. ഞങ്ങൾക്ക് നിങ്ങളോട് കൺസേൺ ഇല്ലെന്ന് അതിന്റെ അർത്ഥമില്ലെന്ന് നിങ്ങൾക്കും അറിയാം, നമ്മളത് തമാശ പറഞ്ഞത് നിങ്ങൾക്കും അറിയാം. സോ പക്ഷെ ഇന്ന് ഇപ്പൊ ഒരു പ്രശ്നം വെച്ചാൽ ഈ കൂട്ടുകാരുടെ ഇടയിൽ പോലും ഇപ്പൊ ടോണി പറയുന്നത്, ടോണിയുടെ ഒക്കെ പിള്ളേരില് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനൊരു ബുദ്ധിമുട്ട്. ഈ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് എല്ലാത്തിനെയും അനലൈസ് ചെയ്ത് റിഡ്യൂസ് ചെയ്ത് കൾച്ചറൽ സിഗ്നിഫിക്കൻസും ഇതിന്റെ റെലവൻസും ഒക്കെ നോക്കി ഇത് മാത്രം നോക്കുന്ന ഒരു സൊസൈറ്റി നമുക്ക് ഉണ്ടായി വരികയാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വേറെ വിഷയങ്ങളില്ല. സോഷ്യൽ ഒരു തരത്തിലൊരു സെൽഫ് പ്രൊട്ടക്ഷൻ പോലാണ്. അതായത് എനിക്ക് കേൾക്കുന്നതെല്ലാം ഒഫൻഡഡ് ആണ്, എന്നെ പ്രൊട്ടക്ട് ചെയ്യൂ, എനിക്കിത് കേൾക്കണ്ട, നിങ്ങൾ നിർത്തണം, നിങ്ങൾ മറ്റുള്ളവർ ചെയ്യണം, ഇവരൊന്നും ചെയ്യണ്ട, മറ്റുള്ളവർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്രേ പറയുള്ളൂ. അത് മാത്രമല്ല, അവർക്ക് ഈ പറയുന്ന ഇതെല്ലാം ഇത് മാത്രമല്ല എൻവയോൺമെന്റലിസം അല്ലെ, അങ്ങനെ ഒരു സംഭവം ഭയങ്കര പ്രകൃതി സ്നേഹം. കാർ എടുക്കാൻ മേല, ജീപ്പ് എടുക്കാൻ. അതെ അതെ അതെ, ഈ വക ഇന്ത്യയിലുള്ള ബാക്കിയുള്ള എത്ര സംസ്ഥാനമുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് 30 സംസ്ഥാനം അങ്ങനെ ഉണ്ടോ. കേരളത്തിലുള്ള ഏത് സംസ്ഥാനം എടുത്താലും ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനം എടുത്താലും കേരളത്തിലുള്ള ജനങ്ങളുടെ ഈ ഒരു വോക്കിസം, ഈ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ഈ അജിറ്റേഷനെ ഇമ്പോർട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും സംസ്ഥാനം ഉണ്ടോ? അല്ല, ഇവിടെ പ്രവീൺ ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴ് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഇപ്പം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഇന്ധന വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കുറെ വോക്കലാണ്, പ്രത്യേകിച്ച് ഈ വീഗൻ കമ്മ്യൂണിറ്റി ഒക്കെ. അപ്പം ഇതിനകത്ത് ഇന്നലെ ഞാൻ തോന്നുന്നു ഞങ്ങൾ സംസാരിച്ചു, ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനം ലിത്തിയം ബാറ്ററിയാണ്. ഈ ലിത്തിയം എവിടുന്നാണ് വരുന്നത്? സോഴ്സ് ചെയ്യുന്ന എവിടുന്ന? ആഫ്രിക്കൻ കൺട്രീസാണ്. ഈ ആഫ്രിക്കൻ കൺട്രീസ് വാർലോഡ്സും ഡിക്റ്റേറ്റേഴ്സും ഒക്കെയാണ് ഭരിക്കുന്നത്. ഈ ലിത്യം എടുക്കുന്നത് ആരാ? പള്ളിക്കൂടത്തിൽ പോലും പോകാത്ത കുട്ടികൾ അവരുടെ കൈ കൊണ്ടാണ് എടുക്കുന്നത്. അതായത് ഒരു തരത്തിൽ പറഞ്ഞ നമ്മുടെ ഈ ബ്ലഡ് ഡയമണ്ട് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് ഇന്നത്തെ എല്ലാ ഇലക്ട്രിക് വെഹിക്കിളും ദേ ഹാവ് ബ്ലഡ് ഓൺ ദ ഹാൻഡ്സ്, യുനോ, അങ്ങനത്തെ. പക്ഷെ ഈ വിഷയങ്ങളൊന്നും ഇത് നമ്മൾ നോക്കുന്നില്ല. ഇത് ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ അടുത്ത് കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു. ഓയിൽ ആക്ടിവിസ്റ്റുകൾ, അതായത് അവര് ക്രൂഡ് ഓയിലിനെതിരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, വലിയ ഹൈവേ ഒക്കെ നിരന്നിരുന്നിട്ട് ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് 10-200 വണ്ടികൾ ഇങ്ങനെ പുറകിന് അത് 10-12 ലൈൻസ് ഉള്ള ഹൈവേകൾ, അത്രയും വണ്ടികൾ ഇങ്ങനെ പുറകോട്ട് വന്നിട്ട് അവന്മാർ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്, ഇവന്മാർ എണീച്ച് പോകാത്ത കാരണം. അതായത് ഇന്ധനം കത്തിക്കുന്നു വണ്ടി വെറുതെ കിടന്നുകൊണ്ട്. അവർക്കതൊരു പ്രശ്നമില്ല. പിന്നെ ശവം വെച്ചിട്ട് ആൾക്കാർ എന്നിട്ട് ഇവന്മാരെ റോഡിൽ നിന്ന് എടുത്ത് തൂക്കി എറിയുന്നു. ലൈക്ക് വാട്ട് ഫോർ? അപ്പൊ ഇത് ഓയിൽ ആക്ടിവിസം ഉണ്ട്, വീഗനിസം. ഇപ്പൊ വീഗനിസത്തിന്റെ ആൾക്കാർ എന്താണ് പറയണത്? എന്തെങ്കിലും തരത്തിലുള്ള മീറ്റ് കഴിക്കുന്നവരെല്ലാം വലിയ എങ്ങനെ ബലാത്സംഗികളാണ്, അങ്ങനെയൊക്കെയാണ് അവരതിനെ ടേം ചെയ്യുന്നത്. ആക്ച്വലി പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആദ്യം പറഞ്ഞ, അതായത് സുഭിക്ഷമായി ജീവിക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല, അങ്ങനെ എല്ലാം കൈക്കുമ്പിൾ കിട്ടുന്ന ആൾക്കാർ ഇങ്ങനെ എന്താണ് ഞങ്ങൾക്കൊരു പ്രശ്നം, അതുപോലെ ഞങ്ങൾക്കൊരു പ്രൊവിനൻസ് ഉണ്ടാക്കാനല്ലേ, ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ടു ഫീൽ വർത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഫീൽ വർത്തി ആവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നത് നടക്കണം. അപ്പോഴാണ് ഈ ഇസ്ലാമോഫോബിയ പോലത്തെ സാധനങ്ങൾ വരുന്നത്.
അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ഒരു അജണ്ട, അതിനും ഈ ലിബറൽ ആയിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അതൊരു കൈൻഡ് ഓഫ് അജിറ്റേഷൻ. ഒരെണ്ണം കണ്ടായിരുന്നു, LGBTQ പീപ്പിൾ ഫോർ പലസ്തീൻ എന്ന് പറഞ്ഞ അവര് ബാനർ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ ഈ ആൾക്കാർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വില കിട്ടുമോ? വിലയെന്നല്ല, അവരുടെ ജീവൻ ഉണ്ടാവുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നിങ്ങൾ 3 പേരോടും ഇതിനകത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്നൊരു കാര്യം UK-ലാണ്, എന്റെ ഊഹം ശരിയാണെങ്കിൽ ഐ തിങ്ക് ഇൻ മാഞ്ചസ്റ്റർ ഒരു 3 ബാലെ ഡാൻസ് ചെയ്യാൻ പോയ കുട്ടികളെ ഒരു പയ്യൻ, ഒരു മൈനർ കയറിയിട്ട് സ്റ്റാബ് ചെയ്തൊരു ഇൻസിഡന്റ് ഉണ്ടായി, കൊന്നു. അപ്പൊ ഈ കൊന്നു കഴിഞ്ഞപ്പോഴ് അവിടെ ഭയങ്കരമായ പ്രക്ഷോഭമാണ് ഉണ്ടായേക്കുന്നത്, മൈഗ്രൻസിനെതിരെയും ഒരുതരം ഇസ്ലാമോഫോബിക് ആയിട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എന്തോ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഡ്ജ് വിളിച്ചു പറയേണ്ടി വന്നു, ഈ കുട്ടിയുടെ പേരും പറയേണ്ടി വന്നു, ഇവൻ ഇസ്ലാം അല്ല എന്നും പറയേണ്ടി വന്നു. കാരണം എന്ത് കാര്യം നടന്നാലും ഇന്ന് അത് ഇസ്ലാമിന് മടങ്ങി പോകുന്നുണ്ട്. അത് പിന്നെ അടുത്തൊരു വിഷയമായി, മൈനറിന്റെ പേര് വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആ ജഡ്ജിനെതിരെ നടപടി വരുന്നെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. ഫോളോ ചെയ്തല്ല. ഈ ലെഫ്റ്റ് ലിബറൽ എന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഇത്രയധികം ഭയങ്കര ഇസ്ലാമിസ്റ്റുകളോട് സ്നേഹം കാണിക്കുന്നത്? സോ അല്ലെങ്കിൽ ഇവർക്ക് എത്ര റെലവൻസ് ആണ് ഈ കേരള സൊസൈറ്റിയിലുള്ളത്? ഹൂ ഈസ് ഗോയിങ് ടു ലിസൺ? ഇവർ പറയുന്നത് കേൾക്കാൻ, ഇവർ ഈ പറയുന്ന മണ്ടൻ വാദങ്ങളിലെ പുരാതന ലെഫ്റ്റ് വാദങ്ങൾ ഇന്ന് കേൾക്കാൻ അവരുടെ കൂടെയുള്ള ആൾക്കാർ പോലും തയ്യാറല്ല. അപ്പം തങ്ങൾക്ക് സ്വയം ഒരു റിലവൻസ് ഉണ്ടാക്കുക സൊസൈറ്റിയിൽ എന്നുള്ളതിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു അജണ്ടയാണ് ഇതിന്റെ കൂടെ ചേരുക. അങ്ങനെ ചേരുമ്പോഴത്തേനും ഞങ്ങളെ സ്നേഹിക്കുന്ന ഇടതുപക്ഷക്കാര എന്ന സ്നേഹം മതവിശ്വാസികൾക്ക് അതിലൂടെ ഇവർക്കുണ്ടാകുന്ന ഒരു ഹൈപ്പ്. അപ്പൊ ഇവരെ എതിർക്കാൻ വേറെ കുറെ പേര് ഇപ്പുറത്ത് വരും. അതിലൂടെ ഉണ്ടാകുന്ന ഒരു റിലവൻസ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലെ പല യുക്തിവാദികളായിട്ടുള്ള ആൾക്കാർ, ഇപ്പം ഞാൻ പേര് പറയുന്നില്ല, ഇവര് ചില പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്നത് ഏതാണ്, ജൂതന്മാരുടെ കൂട്ടക്കൊലയൊക്കെ എടുത്തു വെച്ചിട്ട് കേരളത്തിൽ പ്രസന്റേഷൻ ചെയ്യുന്നത്. അതേപോലെ ഒരു കൂട്ടക്കൊലയ്ക്ക് വിധേയമാകാൻ പോകുന്ന ഒരു സമൂഹമാണ് ഇസ്ലാമിലെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം. 27% മുസ്ലിം സമൂഹം അതേപോലെ ആകും എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്ത് വീഡിയോ ചെയ്യണമെങ്കിൽ ഏത് ലെവലിൽ പോയി എന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഈ ഒരു എനിക്ക് റിലവൻസ് ഉണ്ടാകണം. നിങ്ങൾ പറഞ്ഞില്ലേ രവിചന്ദ്രനെ വിമർശിക്കുന്നു, നമ്മൾ ആരും ആദ്യത്തെ ഇതിൽ പറഞ്ഞു നമ്മൾ രവിചന്ദ്രനെ വിമർശിക്കുന്നതിന് നമ്മൾ മറുപടി പറയുന്നു. ഇങ്ങനത്തെ ആൾക്കാരാണ് വിമർശിക്കുന്നത്, ഇങ്ങനത്തെ വിമർശനമാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് എനിക്ക് ഇറങ്ങാനുള്ള ഒരു സമയമൊക്കെ ആയി വരുന്നു. രാകേഷ്, ഞാൻ ചോദിക്കാൻ വന്നത് ഈ പ്രാവശ്യത്തെ ലിറ്റ്മസ് എന്നായിരുന്നു? ഒക്ടോബർ 12. അപ്പൊ സാധാരണ നമ്മൾ ഈ ഒക്ടോബർ 2-ാം തീയതിയാണ്. ഞാൻ കഴിഞ്ഞ ലിറ്റ്മസിനൊക്കെ കൊച്ചി വന്നപ്പോഴും ഒക്ടോബർ 2 നമ്മൾ പൊതുവെ തെരഞ്ഞെടുക്കുന്ന ഒരു ദിവസം. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കേരളത്തില് മദ്യം കിട്ടാത്ത 2 ദിവസം, ഒന്ന് ശ്രീനാരായണ ഗുരുവിനെന്നും പിന്നെ ഗാന്ധി ജയന്തിയുടെ അന്നുമാണ്. പിന്നെ അത് 2-ാം തീയതി ഗാന്ധി ജയന്തി, പിന്നെ 1-ാം തീയതി കേരളത്തിലെങ്ങും മദ്യം കിട്ടില്ല. അപ്പം ഈ 2 ദിവസവും മദ്യം കഴിക്കാതിരിക്കുമ്പോൾ കുറച്ച് ബോധമുള്ള ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് ഈ ലിറ്റ്മസിന് കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കും ഇത്ര വലിയ ബുദ്ധിപരമായ രീതിയിൽ യുക്തിവാദികൾ ചിന്തിച്ച് ഒക്ടോബർ 2 ആക്കിയത്. പക്ഷെ ഈ പ്രശ്നം നോക്കുമ്പോൾ നിരീശ്വരവാദികൾ ഓക്കെ, അപ്പൊ നിങ്ങൾ കൊണ്ടുവന്നെന്നുള്ളതാണ്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ നോക്കുമ്പോൾ ഇത് 12-ലോട്ട് മാറ്റി. ഐ മീൻ വൈ ഡസ് എനിബഡി നോ? ഈ പറഞ്ഞ ഈ പൊതുവെ കോൺസ്പിറസി തിയറിസ്റ്റുകളായിട്ടുള്ള വിശ്വാസികളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, ഇന്ന ഇത് കാരണം ഇതായിരിക്കും, ഇത് കോറിലേറ്റഡ് ആണെന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് വരാനുള്ള സൗകര്യങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും, അതുകൊണ്ട് ആ സമയത്ത് വെച്ചതായിരിക്കാം. ഇത്തവണ അത് വെക്കാതിരുന്നത് ഒരു പക്ഷെ ഹോള് കിട്ടാഞ്ഞത് കൊണ്ടോ ആയിരിക്കാം എന്നുള്ളതേ ഉള്ളു. ശരി, ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധവും കൂടിയായിട്ട് അതെ. അപ്പോ അത്രയൊക്കെയുള്ള അതിന്റെ കാരണങ്ങള്. എനിവേ, എന്തായാലും അഗെയിൻ ആളുകള് കൂടുതൽ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജോക്സ് അപ്പാർട്ട്, ഞാനിത് ആദ്യം ഇതിനെ ഒരു ക്രിട്ടിക്കൽ വേയിൽ കണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു സന്തോഷമാണ് നമുക്ക്. ഇത് ഓരോ വർഷവും ദി നമ്പേഴ്സ് ആർ ഇൻക്രീസിംഗ് എന്ന് കാണുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുതരം അഹങ്കാരമെന്നോ എങ്ങനെ വേണേലും പറയാം. ഫീൽ ഓഫ് ലിറ്റ്മസിന്റെ ഡേറ്റ് മാറുന്നത് എനിക്കത് വലിയൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. സൗകര്യമുണ്ട്, നമ്മളിവിടെ പരിപാടി അടിച്ചു പൊളിച്ച് നടത്തും.
ഒരുപാട് പേരെ നമ്മൾ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ചെറുപ്പക്കാരെ കൊണ്ടുവരിക, അവരുമായിട്ട് എൻഗേജ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. കാരണം ഇന്ന് ചെറുപ്പക്കാരെ നേരിടുന്ന പല പ്രശ്നങ്ങളും, അൺഎംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ്റെ ഓപ്പർച്യൂണിറ്റി, അതുപോലെ അവർക്ക് ഒരു ഗൈഡൻസ് ഇല്ലാത്ത ഒരവസ്ഥ. പ്രത്യേകിച്ചും ഈ പറഞ്ഞ കണക്കുള്ള ഈ വോക്കിസം, അൾട്രാ ലെഫ്റ്റ് വോക്ക് മൂവ്മെന്റ്, ഈ അൾട്രാ ലെഫ്റ്റ് വോക്ക് മൂവ്മെന്റിന് അതിനുള്ള കാരണം എന്താണ്? ബിക്കോസ് വി ആർ നോട്ട് എൻഗേജിങ്. നമ്മൾ അവരുമായിട്ട് സംവദിക്കുന്നില്ല, അവർ ചെറുപ്പക്കാരുമായിട്ട് നമ്മൾ ഇടപെടുന്നില്ല. അവരെന്താണ്, അവരുടെ ഇച്ഛകൾ എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, അവരുടെ മെയിൻ പ്രശ്നങ്ങൾ എന്താണ്, ഇത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ വളരെ ഡിസ്കണക്റ്റഡ് ആയിട്ട് പല വേറെ ഈ പറഞ്ഞ കണക്കുള്ള 1400 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളും ഹനുമാന്റെ വാലിന്റെ നീളവും ഇതൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മളൊരു കംഫർട്ട്, നിരീശ്വരവാദികൾ ഒരു കംഫർട്ട് സോണിലാണ്. അവരൊരു കംഫർട്ട് സോണിലാണ്. അവർക്കറിയാം ഒരു ഫോർമുല എന്തൊക്കെ അവതരിപ്പിക്കണം. മുഹമ്മദ് നബിയുടെ വിവാഹങ്ങൾ, അല്ലെങ്കിൽ ആയുർവേദത്തെ പറ്റി ആയുർവേദത്തെ വിമർശിക്കുന്ന ഒരുപാട് നിരീശ്വരവാദികളുണ്ട്. അതുപോലെ സൂഡോ സയൻസ്, ചെറുപ്പക്കാരുടെ വിഷയങ്ങൾ, ആ ഡിസ്കണക്ഷനെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും? പ്രവീൺ, ഒരു കാര്യം ഇതിനിടയ്ക്ക് പറയുമ്പം പ്രവീൺ അതോടൊന്ന് പറഞ്ഞാൽ നല്ലായിരുന്നു. ഇപ്പം ഈ വർഷമാണ് ആദ്യമായിട്ട് ഒരു മാസ്കോട്ട് പോലെ ഒരു ഏലിയനോ ഒരു അപ്പൊ ഞാൻ ആദ്യം കേട്ടത് നബിന, പിന്നെ മനസ്സിലായത് നബിയല്ല, നബിയാണ്. അപ്പൊ നബി എന്താണ്, വാട്ട് വാസ് ദി ഹോൾ ഐഡിയ അബൌട്ട്? ഓക്കെ, അല്ലാതെ അതിന് ഈ വർഷത്തെ വിഷയമായിട്ടോ അല്ല. ഇത് രവിചന്ദ്രന്റെ പ്രസംഗം പോലെ അതിനെ കീറി മുറിച്ച് വിലയിരുത്തേണ്ട കാര്യമില്ല, അത്രയുള്ള കാര്യം. ഇറ്റ്സ് ഗുഡ്, ബട്ട് വീഡിയോസ് ഒക്കെ വളരെ എനിക്ക് ഇന്നത്തെ അവസരം പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ് വോക്കിസ് അഡ്രസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്, അതിനൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ നമ്മളിപ്പോഴും വളരെ ഒരു ഇന്ത്യ പോലത്തെ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള രാജ്യമാണ്. അവിടെ വളരെ റിലീജിയസ് ഡോമിനൻസ് ഉള്ള രാജ്യമാണ്. സോ ഐ ഡോണ്ട് തിങ്ക് നമ്മൾ ഇത് പറയുന്ന റിലീജിയനെ പറയുന്നത് അല്ലെങ്കിൽ ആയുർവേദം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന വലിയ രീതിയിൽ കുട്ടികളുടെ ഭാവിയെ, നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് BAMS എഴുതി പഠിച്ച് ഈ ചരകന്റെ സുശ്രുതന്റെ ഒക്കെ 10,500 വർഷം പഴക്കമുള്ള പൊട്ടക്കഥകളൊക്കെ വിശ്വസിച്ച് പഠിച്ച് ആളുകളെ ചികിത്സിക്കാൻ വെളിയിലിറങ്ങി അതിന് തലവെച്ചു കൊടുക്കുന്ന ആൾക്കാരുടെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ റിലവന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ വളരെ ചെറിയൊരു ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരോ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോഴും കേട്ടുവരുന്നത്. നമുക്കിത് ഇന്ത്യ മുഴുവൻ പോലും വ്യാപിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് വലിയൊരു ബിഗ് ടാസ്ക് റിസർച്ചിനെ സംബന്ധിച്ച് മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലിറ്റ്മസ് പോലത്തെ ഒരു പ്രോഗ്രാമിൽ സ്വാഭാവികമായിട്ടും ഞാൻ എല്ലാവരോടും ഇത് കാണുന്ന എല്ലാവരോടും പറയുന്നു, ഇതിൽ പങ്കെടുക്കുക, ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ പല ആശയങ്ങൾ, എസൻസ് പറയുന്ന എല്ലാ ആശയങ്ങളോടും എല്ലാവരും യോജിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് യോജിച്ച ആശയങ്ങൾ എസൻസ് പറയുന്നത് നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക. ആശയം നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിന് നിങ്ങൾ അതിന്റെ വീഡിയോകൾ ബാക്കി ആൾക്കാർക്ക് ഷെയർ ചെയ്യും. ഇതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയെ നവീകരിക്കാനുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് സൊസൈറ്റിയിൽ ഈ പറഞ്ഞ റിലീജിയസ് മാലിന്യങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം പോകുമ്പോൾ മറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ എല്ലാവരും വോക്കുകളും അതൊക്കെ ആകുമ്പോൾ നമ്മൾ ആ വിഷയം ഇതിന്റെ ഓട്ടത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അതിന് കൂടുതൽ പ്രൊമനൻസ് ഓട്ടോമാറ്റിക്കലി വരും. നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ഓക്കെ ദിസ് ഇസ് വാട്ട് വി നീഡ് ടു പ്രൊപ്പോസ് റൈറ്റ് നൗ, ഇതിലേക്ക് നമ്മൾ എത്തും എന്നുള്ളത്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എസൻസ് ഗ്ലോബൽ അതുപോലെ ന്യൂറോൺസ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നോട്ടിഫിക്കേഷനിൽ ബെൽ ഐക്കൺ അമർത്തുക. ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ് ടു us. ഈ വരുന്ന ഒക്ടോബർ നിങ്ങളോടൊപ്പം സൗഹൃദം പങ്കിടാനും നിങ്ങളെയൊക്കെ പരിചയപ്പെടാനും ഞങ്ങളും കാണും. അപ്പം see you there at Calicut.